ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ 2 പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ട് വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകാണ് എങ്ങനെ നമ്മൾ നോക്കിയാലും. കാരണം വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഫോർമാറ്റും ഡിസ്കോഴ്സും ഗ്രാമറും 1 വേർഡും 2 മാർക്കും 4, 6, 8 എല്ലാം പറയുന്നത് കൊണ്ട് വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ട് മാത്രമാണ് അത് ബ്രേക്ക് ചെയ്തത്. ഇതിൻ്റെ ഫൈനൽ പാർട്ട് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതും ഒത്തിരി ലെങ്തി ആയി പോകാതെ നമുക്ക് മാക്സിമം നോക്കാം. അപ്പോൾ ഈ ഒരു 3 പാർട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു വീഡിയോയും കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ 77ാമത്തെ ചോദ്യം വരെയാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി 78 മുതലുള്ള ചോദ്യങ്ങൾ നോക്കാം. നമുക്ക് മൊത്തം 100 ചോദ്യങ്ങളാണ് ഉള്ളത് കേട്ടോ. 78ാമത്തെ ചോദ്യം നോക്കാം. ഇമാജിൻ ദാറ്റ് യു വിറ്റ്നസ് വാങ്കാരി മത്തായി നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ അവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന 3 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ചോദിക്കാം? ഹലോ മാഡം, did you ever in your childhood think that one day you would be known all over the world for leading a great moment? നിങ്ങൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നിങ്ങൾ വലുതാകുമ്പോൾ ഈ ഇത്രയും വലിയൊരു ഗ്രേറ്റർ മൂവ്മെൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ലോകം മൊത്തം അറിയപ്പെടുമെന്ന്? അപ്പോൾ വാങ്കാരി മത്തായി പറയാണ്, ഐ ബിലോങ് ടു വെരി ഓർഡിനറി ട്രൈബൽ ഫാമിലി ഇൻ കെന്യ. Their girls were not even sent to schools at that time. So it was unimaginable that one day I may be a well-known person. വളരെ സാധാരണ ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പെൺകുട്ടികളെ സ്കൂളിൽ പോലും വിടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പ്രശസ്തി ആർജിക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ദെൻ ഹൗ ഡിഡ് യു ഓവർകം ദീസ് ബാരിയേഴ്സ്? എങ്ങനെ നിങ്ങൾ ഈ തടസ്സങ്ങൾ ഓവർകം ചെയ്തു? മൈ ഡിറ്റർമിനേഷൻ ടു സ്റ്റഡി ദ ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. പഠിക്കാനുള്ള എൻ്റെ ഉറച്ച തീരുമാനം അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. മൈ എൽഡർ ബ്രദർ സപ്പോർട്ടഡ് മീ ടു ജോയിൻ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ എൻ്റെ എൽഡർ ബ്രദർ എന്നെ സഹായിച്ചു. ലേറ്റർ ഐ ഗോട്ട് സ്കോളർഷിപ്സ് ടു കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. പിന്നീട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ സ്കോളർഷിപ്സ് കിട്ടി. ഹൗ ഡിഡ് യു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് പീപ്പിൾ ഓഫ് കെന്യ എസ്പെഷ്യലി ദ വിമൻ? കെന്യയിലെ ആളുകളുടെ കണ്ടീഷൻ നിങ്ങൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്തു, എസ്പെഷ്യലി സ്ത്രീകളുടെ? I realized that protection of the environment is important for better condition of my people. It was a rural woman who talked to me about the disaster they faced due to environmental destruction. Environmental destructionുമായി ബന്ധപ്പെട്ട് അവർ നേരിട്ട ദുരന്തങ്ങൾ എന്നോട് റൂറൽ സ്ത്രീകളാണ് പറഞ്ഞത്, ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകളാണ് പറഞ്ഞത്. So I ensured their participation in the Green Belt movement for tree planting in Kenya. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് കെന്യയിലെ ട്രീ പ്ലാന്റിങ്ങിൻ്റെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൽ ഞാൻ അവരെയും അതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു. Some drug addicts in your locality are causing trouble to the public by their anti-social activities. You have to write a complaint letter to the local police station about the difficulties and the threats the people in your locality face due to these drug users. അതായത് കുറച്ച് ഡ്രഗ് യൂസേഴ്സ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ എഴുതുന്നതാണ്. സോ ഫ്രം അഡ്രസ്സ് വയ്ക്കുന്നു, ഡേറ്റ് വയ്ക്കുന്നു, ടു അഡ്രസ്സ് വയ്ക്കുന്നു, സബ്ജക്റ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് മിസ്ബിഹേവിയർ ഓഫ് ഡ്രഗ് യൂസേഴ്സ് ഇൻ ദ ലൊക്കാലിറ്റി ഓഫ് ജുനു നഗർ. എന്നിട്ട് പറയുന്നു, സർ ഐ എം എ ഹയർ സെക്കൻഡറി സ്റ്റുഡൻറ്റ് റിസൈഡിങ് അറ്റ് ജുനു നഗർ ഇൻ യുവർ ജൂറിസ്ഡിക്ഷൻ. നിങ്ങളുടെ പരിധിയിൽ വരുന്ന ജുനു നഗറിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. Some drug abusers have recently made life in Junu Nagar miserable for the residents of the locality. ഇപ്പോൾ ജുനു നഗറിലുള്ള ആളുകൾക്ക് എന്ത് പറ്റുന്നില്ല, ആളുകളുടെ ജീവിതം കുറേ ഡ്രഗ് അബ്യൂസേഴ്സ് വന്നുകൊണ്ട് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. They assemble in front of the park and use abusive language on pedestrians including women and children. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന അതിലൂടെ പോകുന്ന വഴിയാത്രക്കാരിലേക്ക് ഇവർ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. പീപ്പിൾ ഹേറ്റ് ടു ഗോ ടു ദ പാർക്ക് വിത്ത് ദെയർ കിഡ്സ് ഡ്യൂ ടു ദിസ്. അതുകൊണ്ട് തന്നെ ആളുകൾ കുട്ടികളെ കൊണ്ട് പാർക്കിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല. ദ ഡ്രഗ് യൂസേഴ്സ് ലിറ്റർ യൂസ്ഡ് ബോട്ടിൽസ് ആൻഡ് സിറിഞ്ച് ഇൻ ദ പാർക്ക് ആൻഡ് നിയർ ബൈ റോഡ്. ഇവർ യൂസ് ചെയ്ത സിറിഞ്ചും ബോട്ടിലും പാർക്കിലും അടുത്തുള്ള റോഡുകളിലും ഇവർ വലിച്ചെറിയാണ്. ദേ ഓൾസോ ട്രൈ ടു യൂസ് ഈവൻ പ്രൈമറി സ്കൂൾ ചിൽഡ്രൻ ആസ് കാരിയേഴ്സ് ഫോർ സെല്ലിംഗ് ഡ്രഗ്സ് സെല് ചെയ്യാൻ കുഞ്ഞു കുട്ടികളെ വരെ ഇവർ കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. I hope you will take necessary steps to solve this issue without any delay. ഒരു ഡിലേ ഇല്ലാതെ ഇതിനെതിരെ നിങ്ങൾ നെസറി സ്റ്റെപ്പ് എടുക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ് ദ ത്രെറ്റ് ഫ്രം ദ ഡ്രഗ് യൂസേഴ്സ് ഓൺ ദ പീപ്പിൾ ഇൻ ദ ലൊക്കാലിറ്റി കെയിം ടു an end. അങ്ങനെയാണെങ്കിൽ ഇതിന് അവർക്കൊരു ആശ്വാസം കിട്ടിയേനെയും. യുവർ സിൻസിയർലി അനന്യ. ഓക്കെ, യുവർ സിൻസിയർലി അനന്യ എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ആകുന്നു. The next question ആണ്, just like traffic jam slows down traffic, corruption slows down a country's development. Prepare a script of the speech, correction ways to counter it. എങ്ങനെ നമുക്ക് കറപ്ഷൻ, അഴിമതി എങ്ങനെ ഇല്ലാതാക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്പീച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ
Corruption is അപ്പം നമ്മൾ പറയാം റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദ ഡയസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നിട്ട് പറഞ്ഞ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുക. കറപ്ഷൻ ഈസ് വൺ ഓഫ് ദ സോഷ്യൽ ഇവിൽസ് ദാറ്റ് പ്രിവെയിൽ ഇൻ അവർ കൺട്രി. ഇറ്റ് ഈസ് ഹൈ ടൈം വി ഫോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. നമ്മൾ ഇതിനെതിരെ യുദ്ധം ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ പ്രസൻസ് ഓഫ് കറപ്ഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ഇറ്റ് വിൽ എനേബിൾ അസ് ടു ഇറാഡിക്കേറ്റ് ദ ഗ്ലോബൽ ത്രെറ്റ്. എന്തുകൊണ്ടാണ് കറപ്ഷൻ വരുന്നത്, അതേ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റും. കറപ്ഷൻ മെയിൻലി റിസൾട്ട്സ് ഫ്രം ദ നീഡ് ഓർ ഡിസയർ ടു ഗെറ്റ് മോർ മണി. അല്ലേ, ഒരുപാട് പണം വേണമെന്നുള്ള അത്യാർത്ഥി മൂലമാണ് കറപ്ഷനിലേക്ക് പോകുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് പീപ്പിൾ ഫീൽ ദാറ്റ് ദെയർ ഇൻകം ഈസ് നോട്ട് ഇനഫ് ടു സാറ്റിസ്ഫൈ ദർ നീഡ്. അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇൻകം അവർക്ക് ഇല്ലാന്ന് തോന്നുമ്പോഴാണ് അവർ കറപ്ഷനിലേക്ക് പോകുന്നത്. ലീഡിങ് എ ലക്ഷറിയസ് ലൈഫ് ഹാസ് ബിക്കം എ ബേസിക് നീഡ്. അല്ലേ, ഒരു ആഡംബര ജീവിതം നയിക്കുക എന്ന് പറയുന്നപ്പോൾ ഒരു സാധാരണ ഒരു ആവശ്യമായിട്ട് മാറിയേക്കാണ്. ഓൾസോ ദ റിലേഷൻഷിപ്പ് എമംഗ് ദ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, പൊളിറ്റീഷ്യൻസ് ആൻഡ് ക്രിമിനൽസ് ഈസ് അനദർ റീസൺ. ക്രിമിനൽസും പൊളിറ്റീഷ്യൻസും ഗവൺമെന്റും തമ്മിലൊക്കെ ഉള്ള ആ ഒരു ബന്ധം ഇതിൻ്റെ ഒരു കാരണമാണ്. ദ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഈസ് ഈസി ടു മേക്ക് തിങ്സ് ഡൺ ആൻഡ് എസ്കേപ്പ് ടാക്സ് ബൈ ബ്രൈബിംഗ്. എളുപ്പത്തിൽ കൈക്കൂലി കൊടുത്തുകൊണ്ട് കറപ്റ്റഡ് ഒഫീഷ്യൽസ് മേക്ക് ബ്രൈബ്സ്. ഇങ്ങനെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് കൈക്കൂലി വാങ്ങിക്കുന്നു. Moreover, lack of commitment to the society, less significance given to moral and spiritual values in our education system contribute to corruption. It affects our economy by lowering the growth and development of our nation also. Some measures should be adopted to prevent this factor from deteriorating our society. We must understand this is a serious illness that worsens our economic development. Strict laws should be enacted and special courts for speedy justice and timely legal action against the lawbreakers. And anti-corruption policies should be made, and being better paid also enable to reduce corruption from the environment. Corruption തുടച്ചു മാറ്റാൻ വേണ്ടി സ്ട്രിക്റ്റ് ലോസ് വേണം. നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ പെട്ടെന്ന് നടപടികൾ എടുക്കണം. മാത്രമല്ല ആളുകളുടെ ഇൻകം കൂട്ടിക്കൊടുക്കുക. Apart from this, public should be made aware of this and must be act vigilant. United effort will make our nation devoid of any such hindrances of economic development and steps towards the heights of glory. Thank you. A panel discussion on corporal punishment. Corporal punishment, is it justifiable? Was conducted in our school. അതായത് കുട്ടികളെ തല്ലുന്നത്, സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തല്ലുന്നത് ജസ്റ്റിഫയബിൾ ആണോ? അത് നിങ്ങളുടെ സ്കൂളിൽ അതിനെപ്പറ്റി ഒരു പാനൽ ഡിസ്കഷൻ നടന്നു. അപ്പോൾ അതിലൊരു പാനലിസ്റ്റ്, ഫസ്റ്റത്തെ പാനലിസ്റ്റ് പറഞ്ഞത് കോർപ്പറൽ പണിഷ്മെന്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ബാഡ്. അങ്ങനെ തല്ലുന്ന അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ചിൽഡ്രൻ നീഡ് സം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വെൻ ദേ ബിഹേവ് ഇൻ ആൻ അൺഡിസൈറബിൾ വേ. അല്ലേ, അവർ മോശപ്പെട്ട രീതിയിൽ പെരുമാറുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് കുട്ടികളെ നമുക്ക് പണിഷ് ചെയ്യേണ്ടി വരും. സ്പെയർ ദ റോഡ് ഓർ സ്പോയിൽ ദ ചൈൽഡ് ഈസ് എ ഡിക്റ്റം. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. സോ നൗ പ്രിപ്പയർ എ ബ്രീഫ് സ്ക്രിപ്റ്റ് ഫോർ ദ നെക്സ്റ്റ് പാനലിസ്റ്റ്. അപ്പോൾ അടുത്ത ആൾ എന്ത് ചെയ്യണം, ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ്. പാനലിസ്റ്റ് അങ്ങനെയാണ്, ഓക്കെ, പാനൽ ഡിസ്കഷൻ അങ്ങനെ വരുന്നത്. അയാൾ പറഞ്ഞതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അടുത്ത പാനലിസ്റ്റ് പറയാണ്. അപ്പോൾ അയാൾക്ക് ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? ലെറ്റ് മീ എക്സ്പ്രസ് മൈ വ്യൂസ് ഓൺ കോർപ്പറൽ പണിഷ്മെന്റ്. കോർപ്പറൽ പണിഷ്മെന്റിനെ പറ്റിയിട്ട് എൻ്റെ വ്യൂസ് ഞാൻ പറയാം. ഇൻ എ ലേണിംഗ് എൻവയോൺമെന്റ് കോർപ്പറൽ പണിഷ്മെന്റ് ഷുഡ് ബി അബാൻഡൻഡ്. കോർപ്പറൽ പണിഷ്മെന്റ് പാടില്ല. ടീച്ചർ ട്രെയിനിങ് ഷുഡ് ഗിവ് more importance to teaching approach, and each teacher should handle children of different character builds up. അതായത് ടീച്ചർ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ടീച്ചിങ് അപ്രോച്ച് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓരോ കുട്ടിയുടെ ക്യാരക്ടറിനെയും സ്വാധീനിക്കാനുള്ളത്. സക്സസ് ഓഫ് എ ടീച്ചർ ഷുഡ് ബി അസസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹൗ ഹി ഓർ ഷീ ഈസ് ഇമ്പാർട്ടഡ് ഹിസ് നോളജ് among the different kinds of students in his or her class and what the result of it was. ഒരു ടീച്ചറുടെ സക്സസ് എങ്ങനെ അസസ് ചെയ്യണം, കുട്ടികളിലേക്ക് എങ്ങനെ അറിവ് പകർന്നു, അവരെങ്ങനെ വിലയിരുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് കോർപ്പറൽ പണിഷ്മെന്റ് പകരമായിട്ട് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ് ടു മേക്ക് ഇന്റലക്ച്വൽ ചേഞ്ചസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓഫ് സ്റ്റുഡൻസിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അപ്പാർട്ട് ഫ്രം കരിക്കുലർ ആക്ടിവിറ്റീസ് there may be students who are good at non-curricular activities. പഠനത്തിൽ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർ നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ചിലപ്പോൾ എക്സൽ ചെയ്യുന്നവരായിരിക്കും. such talent should be tapped from the children and they should be made useful to the society. അത് കണ്ടെത്തി ഇവരെ സൊസൈറ്റിക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റണം. thus the surplus energy in the children, especially the adolescents, can be channelized in a positive manner. അപ്പോൾ ഇങ്ങനെ ഇവരിലുള്ള ഈ സർപ്ലസ് എനർജി നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ പറ്റും. കാജോളിങ് ആൻഡ് കാനിങ് ആർ ടു എക്സ്ട്രീംസ്.
ഒരുപാട് ഒത്തിരി പുന്നാരിക്കുന്നതും പിന്നെ എന്നാൽ ഓവറായിട്ട് പണിഷ് ചെയ്യുന്നതും രണ്ടും എക്സ്ട്രീമാണ്. ഒരു ടീച്ചർ എപ്പോഴും ഒരു മോഡറേറ്റ് സ്റ്റാൻഡിലാണ് നിൽക്കേണ്ടത്. കോർപ്പറൽ ഡീലിങ്സ് ആക്ച്വലി ത്രെട്ടൻ ദ ചിൽഡ്രൻ ആൻഡ് മേക്ക് ദം അഫ്രൈഡ് ആൻഡ് ദേ വിഷ് ടു എസ്കേപ്പ് ഫ്രം ദ എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ്. ഇത് കുട്ടികളെ തല്ലിയാൽ അത് കുട്ടികളെ പേടിപ്പെടുത്തും, അവർക്ക് പഠനത്തിൽ താല്പര്യം ഉണ്ടാവില്ല. They may even hate the subject of their hatred for their teacher. So I would go against the saying spare the rod or spoil the child. Inspired by the Christine Lagarde speech, the 3 L's of empowerment, the Sahoda Club of your school has decided to conduct a seminar on International Women's Day. Prepare a report of the seminar. 82ാമത്തേത് report of seminar. അതിപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, സെമിനാർ റിപ്പോർട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം ആ ഒരു രീതിക്ക് ഓരോരുത്തരും അതിനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തരും ഓരോ പേപ്പർ പ്രസൻറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ പേപ്പർ പ്രസൻറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോ ഹെഡിങ് കൊടുത്തിട്ട് ഓരോന്നും എന്ത് ചെയ്യണം, ഇന്ന ആൾ ഇതിനെപ്പറ്റി ഇതാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പേപ്പറൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ദെൻ ഇർഫാൻ ആലത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ചോദിച്ചിരിക്കുന്നത്. ഹു വാസ് യുവർ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ട് ഇൻ യുവർ ബിസിനസ് ലൈഫ് ആൻഡ് ജേർണി ആൻഡ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ പറയുന്നുണ്ട്, ഐ എം ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു പാരൻസ് ഹു ഗേവ് മി ദ എഡ്യൂക്കേഷൻ ഓഫ് മൈ ചോയ്സ് ആൻഡ് നർച്ചർ ദ strength I possess today. Do you have any dream projects to be fulfilled? I do have a couple of dream projects. What is your message to the students? Nothing can be made successful without our dedication and planning. Who is your role model? I do not have any particular person to point at. Instead, I was aware of an inner strength and interest that I possessed in this field. Thank you, sir. Okay. Then the neighbor justified the need for the wall by stating good fences make good neighbors. Comment on the statement. Okay. Good fences make good neighbors. The neighbor in Robert Frost's famous poem Mending Wall tells this. Though the poem is about a wall which is to be mended every spring season, the soul of the poem lies in the arguments and the counter arguments between two neighbors. ഇതിൽ വാൾ മെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും ഇത് മെയിൻ സത്യം എന്ന് പറയുന്നത് എന്താണ്, ഈ പോയത്തിൻ്റെ രണ്ട് നൈബേഴ്സ് തമ്മിലുള്ള ആർഗ്യുമെൻസും കൗണ്ടർ ആർഗ്യുമെൻസും ആണ്. The poet tells his neighbor that wall is absolutely unnecessary. ഈ വാൾ ആവശ്യമില്ല. He added that his apple trees will never eat or disturb the pine which grows on his neighbor's property. But neighbor എന്താ പറയുന്നത്, only good fences make good neighbors എന്നാണ്. He urges to instill in him the idea that walls are necessary. വാൾ അത്യാവശ്യമാണെന്ന് തന്നെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. The neighbor believes that good walls make good neighbors. He is of the opinion that a good fence helps to keep some limit. നല്ലൊരു മതിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ ലിമിറ്റ് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് പറയുന്നത്. To a great extent, I too agree with the neighbor's word. ഞാനും neighbor's wordനോട് അഗ്രി ചെയ്യുന്നു. A good fence helps to maintain a good relationship. If there is no fence between two properties, there is more chance of conflict between two parties. വാൾ ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. In my opinion, a good fence is very much necessary to keep some limits between neighbors. It also creates privacy for each party. However, fence should not be very high. ഒത്തിരി പൊക്കത്തിലാവരുത്. ഒന്ന് ആ ഒരു ഗേറ്റ് ഓപ്പണിംഗ് ഒക്കെ ഉള്ള ചെറിയ ഫെൻസ് നല്ലതാണ്. ഒത്തിരി ഹൈയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടു പാർട്ടീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. Then അടുത്ത question, imagine that you are a lady assistant in the play Post Early for Christmas. You decide to write a letter of apology to the postmaster general stating your innocence and requesting him to reinstate you on your duty. അതായത് ലേഡി അസിസ്റ്റൻ്റ് ആ ജോലി ഉപേക്ഷിച്ച് പോയല്ലോ, അപ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയത് അപ്പോളജിയും പറഞ്ഞ് ആ ഒരു ജോലിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് മാസ്റ്റർ ജനറലിന് അയക്കാൻ സാധ്യതയുള്ള ലെറ്റർ ചോദിച്ചിരിക്കുന്നത്. എം ആ ജോയ്, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, ഡേറ്റ് ടു പോസ്റ്റൽ മാസ്റ്റർ ജനറൽ, മുംബൈ. ഡിയർ സർ, സബ്ജക്റ്റ് റിക്വസ്റ്റ് ടു അക്സെപ്റ്റ് അപ്പോളജി ആൻഡ് റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഇൻ ജോബ്. ഇനി പറയാം. I would like to express my deep regret over what had happened in the post office. It was a very bustling day prior to Christmas. Christmasന് മുന്നേ അതുകൊണ്ട് ഒത്തിരി തിരക്കായിരുന്നു. Actually, I noticed a ticking sound from one of the parcels. പാഴ്സലിൽ നിന്ന് ടിക്കിംഗ് സൗണ്ട് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. The police were called and they diffused a time bomb. പോലീസ് വന്നുകൊണ്ട് ആ ടൈം ബോംബ് ഡിഫ്യൂസ് ചെയ്തു. Which was really a clock brought by a tourist to be sent as Christmas gift. ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് അയക്കാൻ ഒരു ടൂറിസ്റ്റ് കൊന്ന് ഒരു ക്ലോക്ക് ആയിരുന്നു അത്. As I couldn't control myself, അപ്പോൾ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. I resigned from my job. ഞാൻ എൻ്റെ ജോബിൽ നിന്ന് റിസൈൻ ചെയ്തു. I feel sorry for what happened that day. അതെനിക്ക് ഒത്തിരി വിഷമമുണ്ട്. I humbly request you to forgive me and reinstate me on duty. I ensure that such mistakes won't happen again in future. ഭാവിയിൽ ഇത് വരാതെയും ഞാനിത് നോക്കിക്കോളാം. Hope for your kind consideration on this matter. Please accept my sincere apologies. Regardless, sincerely, Emma Joy. Okay.
then അടുത്തത് National Service Scheme of your school would like to visit Greenbelt Movement Office in Kenya as a part of your project Replantation Worldwide. As a leader of NSS unit, write a letter of inquiry. അതായത് ഈ ഒരു കെനിയയിൽ നടക്കുന്ന ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് NSSൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലെറ്റർ ഓഫ് എൻക്വയറി അയക്കണം. ഞങ്ങൾ വന്നോട്ടെ, ഞങ്ങളുടെ താമസ സൗകര്യങ്ങൾ എപ്പോഴൊക്കെ കാണാൻ പറ്റും, ആരൊക്കെയുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതൊക്കെ ചോദിച്ചുകൊണ്ട് draft a letter of inquiry to Dr. Grace Wang Obe, സെക്രട്ടറി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് നൈറോബി കെന്യ. അപ്പോൾ അയാളോട് നമ്മളൊരു ലെറ്റർ ഓഫ് എൻക്വയറി ആണ്. അപ്പോൾ നോക്കിയാൽ ലെറ്റർ ഓഫ് എൻക്വയറി ചോദിക്കുമ്പോൾ ആദ്യം തന്നെ NSS എന്ന് പറഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, അഡ്രസ്സ് കൊടുക്കുന്നു, ഡിയർ മാഡം, സബ്ജക്റ്റ് എൻക്വയറി റിഗാർഡിംഗ് വിസിറ്റിംഗ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് മീറ്റിംഗ് ലീഡേഴ്സ് ആൻഡ് വോളണ്ടിയേഴ്സ്. ഇനി I am Malu, the leader, volunteer of the National Service Scheme of ABC School Mambalam. We, the students of NSS, are on a project Replantation Worldwide. As a part of the project, a team of a team of 5 students and a teacher would like to visit your head office and to have an interaction with the officials and a few volunteers. We would also like to know whether any provisions are there for our accommodation and transportation facilities. Accepting an earnest reply from you, yours sincerely, SD Malu. Okay. Ini Sudhamurthy shares her childhood experience in the anecdote Horagelu. Narrate an unforgettable even from the memories of your child. നിങ്ങൾ ചൈൽഡ്ഹുഡിൽ ഏതെങ്കിലും ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് എന്ത് വേണമെങ്കിലും എഴുതാലോ. എന്തെങ്കിലും സ്ഥലത്ത് ടൂർ പോയതോ എന്തെങ്കിലും ഒരു കാര്യം എഴുതിയാൽ മതി. ഓക്കെ, Imagine that you are selected as the best personality of the academic year and honored in the presence of state governor and other dignitaries. അതായത് നിങ്ങളെ ബെസ്റ്റ് പേഴ്സണാലിറ്റി, ഈ അക്കാഡമിക് ഇയറിലെ ബെസ്റ്റ് പേഴ്സണാലിറ്റി എന്നുള്ള ഒരു നിങ്ങൾക്ക് അവാർഡ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്പീച്ച് ചോദിച്ചിരിക്കുന്നത് ചോദിക്കും കേട്ടോ. അതേപോലെ അപ്പോൾ നോക്കാം. Distinguished Chief Guest, His Excellency the State Governor, Mr. Prajwal, and all the other dignitaries on the dais, respected principal, teachers, and all my dear friends. I stand here humbled by the recognition and upliftment by the honor of being the recipient of the ബെസ്റ്റ് പേഴ്സണാലിറ്റി അവാർഡ് കിട്ടിയതിൽ ഒത്തിരി ഹമ്പിളായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഐ എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ ദോസ് ഹു ഹാവ് വർക്ക്ഡ് ഹാർഡ് ആൻഡ് സപ്പോർട്ടഡ് മീ ടു ബി വാട്ട് ഐ എം. ഞാൻ എന്താണോ അത് അവൻ എന്നെ സഹായിച്ച എല്ലാവരോടും നന്ദി. ഐ എം ഇൻസ്പയർഡ് ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് മീ. എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പേരിൽ ഞാൻ ഇൻസ്പയർഡ് ആണ്. ഹാഡ് മൈ ഗ്രാൻഡ് ഫാദർ ബീൻ ഹിയർ, ഹി വുഡ് ഹാവ് ബീൻ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ടു സീ മീ റിസീവ് ദിസ് ഓണർ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമ്മാനം ഞാൻ വാങ്ങിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് അദ്ദേഹമായിരുന്നേനും. The hundreds of stories that been heard from him since my childhood have molded me into this shape and formed me and made me proud honor of this award. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കേട്ടിട്ടുള്ള 100ഓളം കഥകളാണ് എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഇത്ര മാറ്റമുണ്ടാക്കിയത്. And also from whom I have derived the strength to challenge myself and perform better at each stage. അതേപോലെ എനിക്ക് വേണ്ട ശക്തിയും ഓരോ സ്റ്റേജിൽ എനിക്ക് വേണ്ട ശക്തി കിട്ടിയതും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. The Best Personality Award is an inspiration and a motivation to continue my efforts to improve myself and serve my society. My aim is to create a new generation that is fully aware of their potential to serve the society. My dear friends, we need to open our eyes and ears to the world around us. If you want to live in a human world, you have got to get out of yourself and listen to the problems of other people. I request all of you come forward and do your share for the betterment of our society. Definitely we can do wonders. Thank you. അടുത്തത്, write a letter to the editor of a newspaper pointing out the seriousness of growing drug addiction among school children and youth. കുട്ടികളിലും യൂത്തിൻ്റെ ഇടയ്ക്ക് ഡ്രഗ് അഡിക്ഷൻ ഗ്രൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർക്ക് ലെറ്റർ ടു ദ എഡിറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. ഫാം അഡ്രസ്സ്, ഡേറ്റ്, എഡിറ്റർ, ഇന്ത്യൻ എക്സ്പ്രസ്, കോഴിക്കോട്, സബ്ജക്റ്റ് വെക്കണം കേട്ടോ. ഇൻക്രീസിങ് ഡ്രഗ് അഡിക്ഷൻ among the school children and youth. Sir, use of intoxicants and drugs is so common today that it has become a worldwide problem. Drug addiction is increasing among the school children and youth. Most of the students start taking drugs as a matter of fashion. Fashion പോലെയാണ് ആളുകൾ ഡ്രഗ് യൂസ് ചെയ്യുന്നത് അല്ലേ? But once they start, they cannot stop. This is shocking. It is shocking to know that big rackets of smugglers and antisocial
elements go unchecked. ഇങ്ങനെയുള്ളവരെ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, പിടിക്കപ്പെടുന്നില്ല എന്നൊന്നും ഷോക്കിംഗ് ആണ്. As a consequence, school children have easy access to different types of intoxicating drugs. അതുകൊണ്ട് തന്നെ ഇത് പല രീതിയിലുള്ള ഡ്രഗ്സ് സുലഭമാണ്. Most of those who start taking drugs are socially maladjusted people. Efforts must continue to drive out this evil from country. ഈ ഒരു evil നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടണം. The government should make use of all its advertising media to give awareness and a cautions students regarding the hazards of using it. Smugglers and anti-social elements must be dealt sternly and put behind the bars. അതായത് ഈ ഡ്രഗ് വിൽക്കുന്നവരെയൊക്കെ പിടിച്ച് ജയിലിലിടണം. Guidance cells should be open in all our schools in order to provide guidance to the frustrated. Please give wide publicity to these views of mine in the interest of the youth of the country. Thank you. Yours faithfully, Shan. ഇനി റോബർട്ട് ബാൽവിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഹെഡിങ് കൊടുക്കണം റോബർട്ട് ബാൽവിൻ, എന്നിട്ട് പറയാം റോബർട്ട് ബാൽവിൻ ഇസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ വൺ ആക്ട് പ്ലേ അവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവൽ വൈൽഡ്. ഷുവർ റോബർട്ട് ബാൽവിൻ ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് അത് പറഞ്ഞിട്ടുണ്ട്. നെവർ കോംപ്രമൈസ്ഡ് വിത്ത് കറപ്റ്റഡ്, അല്ലെ കറപ്റ്റഡുമായിട്ടുള്ള ആളുകളോട് ഇയാൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഹിസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ഗോയിങ് ടു ഹിസ് ഗ്രേവ് ക്ലീൻ, തൻ്റെ കുഴിമാടത്തിലേക്ക് ക്ലീൻ ആയിട്ട് പോകണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഹിസ് അൺകോംപ്രമൈസിംഗ് സ്റ്റാൻഡ് ടുവേർഡ്സ് ട്രൂത്ത് ആൻഡ് ഓണസ്റ്റി മാർക്സ് എ ഡിഫറൻസ്. ഹി ലിവ്സ് വിത്ത് ഹിസ് വൈഫ് മാർത്ത, സൺ ജോൺ ആൻഡ് ഡോട്ടർ എവി. മകളോടും മകനെയും ഭാര്യയുടെയും കൂടിയാണ് ജീവിക്കുന്നത്. ഹി വാസ് വർക്കിംഗ് ഇൻ എ ബാങ്ക് ആസ് ദ സെക്രട്ടറി ഓഫ് ജോൺ ഗ്രഷാം. ജോൺ ഗ്രഷാമിൻ്റെ സെക്രട്ടറി ആയിട്ട് ബാങ്കിൽ ജോലി ചെയ്യായിരുന്നു. ഡ്യൂ ടു ദ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ ബാങ്ക് കൊളാപ്സസ് ആൻഡ് ഗ്രഷാം ഗെറ്റ്സ് അറസ്റ്റഡ്. ബാൽവിൻ റിജക്ട്സ് എ ബ്രൈബ് മണി ഓഫർഡ് ബൈ ഗ്രഷാം ടു സപ്പോർട്ട് ഹിം ഡ്യൂറിംഗ് ദ ട്രയൽ ഇൻ ദ കോർട്ട്. കോർട്ടിൽ ഗ്രഷാമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഗ്രഷാം കുറച്ച് $100,000 ഓഫർ ചെയ്യുന്നുണ്ട്. അത് ബാൽവിൻ അത് റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. ഹി വാല്യൂസ് ഹിസ് പ്രിൻസിപ്പിൾ മോർ ദാൻ ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗ്രഷാം. ഗ്രഷാമുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനേക്കാളും സ്വന്തം പ്രിൻസിപ്പിൾസിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹിസ് എൻ ഒഫീഷ്യൽ വിത്ത് വിഷൻ ആൻഡ് പാഷൻ. Despite the pressure from the members of his family, he remains firm in his hand. The integrity of Balvin is rewarded when he is offered a job in a bigger bank. അല്ലെ തേർഡ് നാഷണലിൽ വന്നപ്പോൾ. ഇനി 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 8 മാർക്കിന് ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആകാണ്. അറിയില്ല എന്തുമാത്രം നീണ്ടു പോകുമെന്ന് നമുക്ക് നോക്കാം. You are invited to deliver a speech on the occasion of celebrating World Women's Day in the school assembly. Prepare the script of the speech on the topic challenges faced by women in the modern society. മോഡേൺ സൊസൈറ്റിയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്പീച്ച്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. I would like to speak on the topic challenges faced by women in the modern society. Women face many challenges in the modern world. They contribute less to the total economic growth of the world. ലോകത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിലേക്ക് ഇവർ കുറച്ച് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ദർ ഫോൾട്ട്, അവരുടെ ഫോൾട്ട് അല്ല. They are ready to contribute ചെയ്യാൻ തയ്യാറാണ്. But they are not given equal opportunity. അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. As a consequence, many countries lag in their per capita income. അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങളെ per capita income പിന്നിലാണ്. It is a serious issue. In many places, women are denied freedom for higher education for occupation. Women education is a must for maximum utilization of human resources. Women face many problems in the workplace. Workplaceൽ ഒരുപാട് പ്രോബ്ലംസ് നേരിടുന്നുണ്ട്. They don't get equal pay for equal work. They have low status and low security job. We should change this picture. It is our duty. Friends, as you know, atrocities against women are increasing day by day. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസം കൂടി വരാണ്. Steps should be taken against this problem. Let's work hard for a better society. I would like to conclude my words with the hope that we will bring the change we need. Thank you. ഇനി അടുത്തത്. Your school organizes a panel discussion on the topic Women, Family, the Nation. Are you also present your views on the topic? Prepare the script of your presentation. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ സ്പീച്ച് ഉണ്ടല്ലോ, അത് തന്നെ എന്ത് ചെയ്താൽ മതി, അതിലേക്ക് എഴുതി വെച്ചാൽ മതി. പെർ ക്യാപിറ്റ ഇൻകം ലാഗ് ചെയ്യുന്നതും 3 L's ഓഫ് എംപവർമെൻറ്റിനെ പറ്റിയിട്ടും ആഫ്രിക്കൻ അഡേജിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് അത് തന്നെ അതിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇനി ഓൺ ആൻറ്റി ഡ്രഗ് ഡേ you are to deliver a speech on drug abuse, a social menace. Draft a script of the speech. ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു സ്പീച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ടുള്ള സ്പീച്ച് നോക്കാം. ഗുഡ് ഈവനിങ് ഓൾ ഡിയർ ഫ്രണ്ട്സ്. I would like to speak on the topic drug abuse is social menace. We face different challenges in the modern world. Drug abuse is one of them. അതിലൊന്നാണ് drug abuse. It is a serious social menace. It causes physical and mental problem. Its social consequences are beyond words. വാക്കിനപ്പുറമാണ് അതിൻ്റെ social consequences. Even the innocent school children become the victim of drug abuse. They become the carriers of pan masala and pan crack, even heroin. Heroin വരെ
ക്യാരി ചെയ്യുന്ന ക്യാരിയേഴ്സായിട്ട് കുട്ടികൾ മാറാണ്. പീപ്പിൾ യൂസ് സെൻഷ്വൽ ഡ്രഗ്സ് ടു ചേഞ്ച് ദെയർ മൂഡ്. അവർ മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്, സെൻഷ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള മൂഡ് ഓൾട്ടറിങ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അവർ അതിൻ്റെ റിയൽ കോൺസിക്വൻസസ് മനസ്സിലാക്കുന്നില്ല. സെൻഷ്വൽ ഡ്രഗ്സ് കോസ് സീരിയസ് ഹെൽത്ത് ഡിസോർഡേഴ്സ്. ദേ അഫക്ട് ദ കെമിസ്ട്രി ഓഫ് ബ്രെയിൻസ്. ദേ ആക്ടിവേറ്റ് അവർ ബ്രെയിൻസ് പ്ലഷർ സെന്റേഴ്സ്. They upset the natural functioning of our brain. Continuous use of essential drugs leads to weakening of our brain cells. Gradually, our pleasure mechanism stops functioning. Thus the addict feels depressed. He fails to respond to his environment and to other people. He feels dead inside. അവനകത്ത് മരിച്ച പോലെ തോന്നുന്നു. There are many drug-related health disorders. Drug-related ആയിട്ട് ഒരുപാട് health disorders ഉണ്ട്. Its use it leads to respiratory problems and cardiac failure. It is our duty to protect our nation from drug abuse and addiction. The use of essential drugs is increasing day by day. We should conduct awareness classes. Government should take stern steps to address the issue. We should ensure the proper functioning of de-addiction centers. Let's work hard to create a better world where there are no intoxicating drinks and drugs. Thank you. ഇനി അടുത്തത് വങ്കാരി മത്തായി, കെനിയൻ എൻവയോൺമെന്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, ഓൾവേസ് നർച്ചേഴ്സ് എ സെൻസിറ്റീവ് ആൻഡ് റെവറൻഷ്യൽ ലവ് ഓഫ് നേച്ചർ. Prepare an article about her to be published in the school magazine. സ്കൂൾ മാഗസീനിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള വങ്കാരി മത്തായിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ. വങ്കാരി മത്തായി എ ഡെഡിക്കേഷൻ ടു നേച്ചർ. Wangari Maathai, a Kenyan environmental and political activist, was honored across the globe with the Nobel Prize for Peace in 2004. Her bold social and political intervention in Kenya was a breakthrough in the history of nation. She founded the Green Belt movement in 1977. It focused on the planting of trees, environmental conservation and women's rights. മരങ്ങൾ നടുന്നതിലും എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിലും സ്ത്രീകളുടെ റൈറ്റിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് നിലകൊണ്ടത്. Wangari Maathai had an eventful childhood. She got inspired from her childhood experiences. As she was growing up, she witnessed the forest being cleared and replaced by commercial plantation. She was shocked to know that reckless activities destroyed local biodiversity and the capacity of the forest to conserve water. Her childhood experiences shaped her as a woman who raised her voice for the entire society. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സൗണ്ട് ഉയർത്താൻ, വോയിസ് ഉയർത്താൻ അവരെ നയിച്ചത് അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നാണ്. They became a turning point in her life. She identified the rural women in Kenya faces a lot of challenges such as lack of firewood, clean drinking water, balanced diet, shelter, income. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ റൂറൽ കെനിയയിലെ സ്ത്രീകൾ നേരിടുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കി. Wangari Maathai's life was a dedication to address the issues of these rural women. ഇങ്ങനെയുള്ള ഈ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്കാരി മത്തായി അവരുടെ ജീവിതം മാറ്റിവെച്ചത്. She worked hard to help them. അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. She realized that massive tree plantation is a solution to many such challenges. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ ട്രീ പ്ലാന്റേഷൻ ആണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ 30 മില്യൺ ട്രീസ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ വെച്ച് പിടിപ്പിച്ചു. Wangari Maathai was fully aware of the importance of responsible governance in her country. She realized that a responsible management of the environment was impossible without democratic space. This awareness led her to develop as a political leader. അങ്ങനെ ഒരു പൊളിറ്റിക്കലിയും അവരെങ്ങനെ ഉയർന്നു വന്നത് ഗവേണൻസ് അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. Tree became a symbol of democratic struggle in Kenya. She mobilized the citizens of Kenya to resist widespread abuse of power, corruption and environmental mismanagement. Here we see as a leader with a passion and vision who could redraw the picture of Kenya with her timely bold deeds. തൻ്റെ വളരെ ബോൾഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ട് കെനിയയുടെ പിക്ചർ തന്നെ മാറ്റിമറിച്ച ഒരു സ്ത്രീയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പ്രസിഡന്റ് ഒബാമ കോംപ്ലിമെന്റഡ് ഇർഫാൻ ആലം. ഇർഫാൻ ആലത്തിനെ എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്നത്? യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. ഡു യു അഗ്രി? ഇതിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ? Steps, write an article analyzing the scope and importance of social entrepreneurship. സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എസ്സേ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഐ ഡു അഗ്രി വിത്ത് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്. സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഇതിനോട് അഗ്രി ചെയ്യുന്നുണ്ട്. Irfan Alam is doing a challenging task. He is a leader with a vision and a passion. He has been doing a lot to organize rickshaw pullers in India. His bold and unique intervention made a difference. He founded Samman Foundation in 2007. As his name suggests, the organization gave dignity to rickshaw pullers. Samman implemented innovations to create the income of the rickshaw pullers. Rickshaw pullers' income increase ആക്കാൻ പല ഇന്നോവേഷൻസും കൊണ്ടുവന്നു. Samman rickshaws were redesigned to get more space for display advertisements.
They got revenue from the advertisement. Advertisementil നിന്നാണ് revenue കിട്ടിയത്. The rickshaw pullers also get additional revenues by selling products like water, juice, biscuit, mobile cards and newspapers to the passengers. They have a sense of belonging and empowerment. Sure, Irfan Alam deserves a compliment of Obama that you are doing a tougher job than me. Social entrepreneurs is the need of the hour. It combines business and social service to help certain sections of the society. It targets the bottom pyramid of the society. സൊസൈറ്റിയുടെ ബോട്ടമിലുള്ള ആളുകളെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. Thus it ensures the social uplift and addresses the problem of poverty. Often it involves novelty. It also tackles the issues of unemployment. Unemployment ഇതിലൂടെ ഇല്ലാതാകുന്നു. Altogether it boosts the economic status of nation. അങ്ങനെ ഇത് നേഷൻ്റെ എക്കണോമിക് സ്റ്റാറ്റസിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. A social entrepreneur, as Irfan Alam said, identify an opportunity and put in conscious effort to make it an enterprise. He dreams big and take a calculated risk to achieve his dream. അദ്ദേഹം ബിഗ് ആയിട്ട് ഡ്രീം ചെയ്യുന്നു. ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റഡ് റിസ്ക്കും അദ്ദേഹം എടുക്കുന്നു. The scope and importance of social entrepreneurship is increasing in a country like India year by year. വരും വർഷങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഇതിൻ്റെ സ്കോപ്പ് ഇൻക്രീസ് ആകാണ്. ഇറ്റ് ഈസ് എ നോബിൾ ആസ് ഇറ്റ് ബ്ലെൻഡ്സ് ബിസിനസ്, സോഷ്യൽ സർവീസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ എല്ലാം ബ്ലെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. Of course, social entrepreneurship resets the equations of social setup in countries like India. Let's build up a new India where social entrepreneurship is given a special significance. ഇനി അടുത്തത്, an honest and a virtuous man will be rewarded by God in the end is the moral of the hour of truth. Prepare an article to be published in school magazine on the need for total honesty in life. ജീവിതത്തിൽ ഹോണസ്റ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ട് ഒരു റൈറ്റപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ഹോണസ്റ്റി ഈസ് എ ബെസ്റ്റ് പോളിസി. Often we are compelled to choose between being honest or not in our day-to-day life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധരായിരിക്കണോ അല്ലയോ വേണ്ടയോ എന്നുള്ള ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ ഒരു ചൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. Some people stick to truthfulness. ചിലവർ സത്യത്തിൽ പിടിച്ചു നിൽക്കും, വാട്ട് എവർ ദ കോൺസിക്വൻസസ് ആർ. കോൺസിക്വൻസസ് എന്താണെങ്കിലും. Many people play it safe by hiding unpleasant truth, fearing what others may think of them. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇത് ഒളിച്ചു വെക്കാറുണ്ട്. Others prefer to be dishonest for monetary benefits. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസോണസ്റ്റ് ആകാറുണ്ട്. Though it seems that lying has many benefits, കള്ളം പറയുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ആക്ച്വലി ഇറ്റ് കോസ്റ്റ് എ ലോട്ട് വെൻ യു ലൈ. നമ്മൾ കള്ളം പറയുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ലിവ് ഇൻ എ കോൺസ്റ്റൻറ്റ് ഫിയർ ഓഫ് ബീങ് കോട്ട്. പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിൽ ജീവിക്കേണ്ടി വരും. അതാണ് ആദ്യത്തേത്. ഇൻ അഡീഷൻ ടു ദാറ്റ്, ആസ് സൂൺ ആസ് യു ആർ ഫൗണ്ട് ലൈങ്, മാത്രമല്ല നമ്മൾ കള്ളം പറഞ്ഞു എന്ന് പിടിക്കപ്പെട്ടാലോ യു മേ ബി ഇൻ ട്രബിൾ ആൻഡ് യു മേ ലോസ് ഓൾ ദ ബെനിഫിറ്റ്സ് ഓഫ് ലൈങ്. ഓൺ ദി കോൺട്രറി, അതിന് വിപരീതമായിട്ട് ബീങ് ട്രൂത്ത്ഫുൾ, സത്യസന്ധനായിരുന്നാൽ ഇറ്റ് ബൂസ്റ്റ് പീപ്പിൾ സെൽഫ് എസ്റ്റീം ആൻഡ് മേക്സ് ദ മോർ കോൺഫിഡൻറ്റ് ആൻഡ് ഇൻ ദ ലോങ് റൺ ദേ വിൽ ബി റിവാർഡഡ് ഫോർ ദെയർ ഓണസ്റ്റി. ദിസ് ഈസ് പോസിബിൾ ആസ് ദേ ബിൽഡ് ട്രസ്റ്റ് ഇൻ അതേഴ്സ് ത്രൂ ദെയർ ഓണസ്റ്റി. നമ്മൾ സത്യസന്ധരായിരുന്നാലോ ലോങ് റണ്ണിലേക്ക് നമ്മുടെ സത്യസന്ധതയ്ക്ക് വേണ്ട ഒരു റിവാർഡ് നമുക്ക് കിട്ടും. ആളുകളുടെ അടുത്ത് ആളുകൾക്ക് എപ്പോഴും നമ്മൾ വിശ്വാസം ഉണ്ടാവും. യുവർ സിൻസിയർ കോൺവെർസേഷൻ വിത്ത് അതേഴ്സ് മേക്ക് ദം നോ ദ റിയൽ സെൽഫ് ഇൻ യു. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് ശരിക്കും അറിയാൻ സാധിക്കും. ദാസ് ദേ ട്രസ്റ്റ് യു മോർ ദാൻ എനിബഡി. അതുകൊണ്ട് മറ്റുള്ള ആളുകളെക്കാട്ടിലും അവർ നിങ്ങളെ കൂടുതൽ വിശ്വസിക്കും. In the vernacular, hour of truth by Percival, while the protagonist who is not ready to accept the bribe is rewarded for his honesty. അല്ലേ, ആ ഒരു ബ്രൈബ് വാങ്ങിക്കാൻ തയ്യാറാകാത്ത റോബർട്ട് വാല്യൂവിന് അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, അയാൾക്ക് അതിൻ്റെ റിവാർഡ് കിട്ടുന്നുണ്ട്. ഇൻ റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്, ഇതേപോലെ റിവാർഡ് ചെയ്യപ്പെടും. ഈവൻ ഇഫ് നോ വൺ റിവാർഡ്സ് യു ഫോർ യുവർ ഓണസ്റ്റി യു വിൽ ബി സെൽഫ് റിവാർഡഡ്. ഇനിയിപ്പോൾ ആരും നമ്മളെ റിവാർഡ് ചെയ്തില്ലെങ്കിലും നമുക്കൊരു ഗിൽറ്റി ഉണ്ടാവില്ല, നമുക്ക് നമ്മളിൽ തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാകും. അതൊരു റിവാർഡാണല്ലോ. ഓക്കെ, ഇതിനടുത്തത് റീഡ് ദ ഫോളോയിങ് അഡ്വർടൈസ്മെൻറ്റ് തന്നിരിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങളോടൊരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമെയാണ് ചോദിച്ചിരിക്കുന്നത്. അതും 98th ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. പലതരത്തിലുള്ള 2 ജോബിലേക്ക് വേണം ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമെ ചോദിച്ചിരിക്കുന്നത്. ആ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് ആപ്ലിക്കേഷൻ ലെറ്റർ ആണ്. ഫ്രം അഡ്രസ്സ് വയ്ക്കുന്നു, ഡേറ്റ് വയ്ക്കുന്നു, ടു വയ്ക്കുന്നു, സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻറ്റിലേക്ക്. എന്നിട്ട് സർ ഇൻ യുവർ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ്, ഇന്ന ഡേറ്റിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഐ വുഡ് ലൈക്ക് ടു ഓഫർ മൈസെൽഫ് ആസ് എ കാൻഡിഡേറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഇൻ യുവർ കമ്പനി. എന്നിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇൻ എക്കണോമിക്സ്. ഐ ഹാവ് ഓൾസോ കംപ്ലീറ്റഡ് എ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ക്ലർക്ക് ഇൻ ദ പ്രൈവറ്റ് കമ്പനി ഫോർ ലാസ്റ്റ് 3 years. I know Malayalam, English, Hindi and Urdu. I have excellent communication skill in English and Hindi. If I am selected, I will work hard for the growth of your company. My resume is enclosed here with
Pranit. I look forward to hearing from you. Yours truthfully SD Kumar. അങ്ങനെ കഴിഞ്ഞു. then അത് കഴിഞ്ഞിട്ട് പിന്നെ റെസ്യൂമെ ചോദിച്ചിരിക്കുന്നത്. റെസ്യൂമെ ചോദിക്കുന്ന സമയത്ത് പേര് വയ്ക്കുക, അഡ്രസ്സ് വയ്ക്കുക, ഒബ്ജക്റ്റീവ്സ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ, എക്സ്പീരിയൻസ്, സ്കില്ല്, ലാംഗ്വേജ്, ഇൻട്രസ്റ്റ്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡിക്ലറേഷൻ വയ്ക്കുക. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ ഡീറ്റെയിൽസ് ഗിവൺ അബവ് ആർ ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് SD കുമാർ. ഓക്കെ. then 98ഉം അത് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ 99ഉം പിന്നെ 100th ക്വസ്റ്റ്യൻ ഇതിൽ വെച്ചിരിക്കുന്നത് കമ്പാരിസൺ ആണ്. നമുക്ക് അറിയില്ലാത്ത ഒരു പോയം തന്നിട്ട് നമുക്ക് അറിയാവുന്ന ഒരു പോയമായിട്ട് ചേർത്ത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ കമ്പാരിസൺ ചോദിക്കുമ്പോൾ കൂടുതലും ഒന്നെങ്കിൽ മദറുമായി ബന്ധപ്പെട്ടിട്ട്, എനി വുമണുമായി ബന്ധപ്പെട്ടിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ അട്രിബ്യൂട്ട് ഫാമേഴ്സ്, നമ്മുടെ റൈസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും, മെൻഡിങ് കോൾ. ഈ 3 പോയമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് നമുക്ക് ചോദിക്കാറുള്ളത്, കമ്പാരിസൺ ചോദിക്കുക. കമ്പാരിസൺ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഹെഡിങ് കൊടുക്കണം, കമ്പാരിസൺ കൊടുക്കുക. എന്നിട്ട് 2 പോയത്തിനെ പറ്റിയിട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ എനി വുമൺ ആണെങ്കിൽ എനി വുമൺ ഗ്യാതറിൻ്റെ ഐഡൻറ്റി ആണെന്ന് പറയാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ പോയം ഇന്ന ആളുടെയാണെന്ന് പറയാം. എന്നിട്ട് 2നെ പറ്റിയിട്ട് പറയാം. ബോത്ത് ദ പോയം ഹാവ് ഗുഡ് തീം, the poem has beautiful conclusion എന്നൊക്കെ പറഞ്ഞ് 2നെ പറ്റിയിട്ടും ഒന്ന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സെക്കൻഡ് പാരഗ്രാഫിൽ 2ന്റെ ലൈൻ ബൈ ലൈൻ മീനിങ്സ് എഴുതുക. 3ാമത്തെ പാരഗ്രാഫിൽ 2 പോയത്തിനുള്ള പോയറ്റിക് ഡിവൈസസ് എഴുതുക. 4ാമത്തെ പാരഗ്രാഫിൽ 2 പോയത്തിനെ പറ്റിയിട്ട് പോയറ്റ് കൊടുക്കുന്ന മെസ്സേജ്, നിങ്ങളുടെ ഒപ്പീനിയൻ. ഇത്രയും ഇങ്ങനെയാണ് കമ്പാരിസൺ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കി ഇത്രയും പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് ഫുൾ മാർക്ക് കിട്ടാൻ ഇത്രയും പഠിച്ചാൽ മതി മക്കളെ. അപ്പോൾ നിങ്ങൾ ഈ 3 വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. 3 വീഡിയോയും ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. കണ്ടിട്ടില്ലയോ, ഏതെങ്കിലും ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ, അവിടെയാണ് മാർക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.